ഒരുപക്ഷെ രാജീവ് ഗാന്ധി ജീവിച്ചിരിക്കുകയാണെങ്കിൽ 10 വർഷം കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ട് മാറണം. അത്രയ്ക്ക് ചേർത്ത് പിടിച്ച അത്രയ്ക്ക് സാങ്കേതികതകളെ ചേർത്ത് പിടിച്ച് വ്യക്തിത്വമായിരുന്നു രാജീവ് ഗാന്ധി. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടറായാലും ഇത്തരം സാങ്കേതികതകളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തിത്വം കൂടിയാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ്. രാജീവ് ഗാന്ധി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും, തോഷിബയുടെ കമ്പ്യൂട്ടർ, അദ്ദേഹം ധരിച്ച ചെരുപ്പ്, അദ്ദേഹത്തിന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറ എങ്ങനെയാണ് എന്നുള്ളതും ആ തലമുറ ഒരു രാജ്യത്തിന് വേണ്ടി എങ്ങനെ ത്യാഗം സഹിച്ചു എന്നൊക്കെ ഈ മ്യൂസിയമൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും. ഒരു കുടുംബം എത്രത്തോളം ഒരു രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു